ഗർഭസ്ഥ ശിശുഹത്യക്കെതിരെ പ്രതിവർഷം നടത്തപ്പെടുന്ന 40 ഡേയ്സ് ഫോർ ലൈഫ് ക്യാമ്പയിന് തുടക്കമായി. ഭ്രൂണഹത്യ എന്ന കൊടും തിന്മയെ കീഴടക്കാൻ ലോകവ്യാപകമായി വലിയ നോമ്പുകാലത്ത് നടത്തപ്പെടുന്ന പ്രോ ലൈഫ് മുന്നേറ്റമാണ് 40 ഡേയ്സ് ഫോർ ലൈഫ്. നോമ്പുകാല പ്രാർത്ഥന, പരിത്യാഗങ്ങൾ സവിശേഷമാംവിധം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള ദൈവദത്തമായ അവകാശം സംരക്ഷിക്കാനായി കാഴ്ചവെക്കുകയും പ്രസ്തുത നിയോഗാർത്ഥം സജീവ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് 40 ഡേയ്സ് ഫോർ ലൈഫ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. വിഭൂതി ബുധനാഴ്ച മുതൽ ഓശാന ഞായറാഴ്ച വരെ നടത്തപ്പെടുന്ന ഭ്രൂണഹത്യാവിരുദ്ധ മുന്നേറ്റത്തിലൂടെ ആയിരക്കണക്കിന് നിഷ്കളങ്ക ജീവനുകളാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഇതിനോടകം കരം പിടിച്ചുയർത്തപ്പെട്ടത്. അബോർഷൻ കേന്ദ്രങ്ങൾക്ക് മുന്നിലെ 40 ദിവസത്തെ പ്രാർത്ഥന, ഉപവാസം, കൂട്ടായ്മ എന്നിവയിലൂടെ ഭ്രൂണഹത്യ അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന ഏകോപിത അന്താരാഷ്ട്ര പ്രചാരണ പരിപാടിയാണ് 40 ഡേയ്സ് ഫോർ ലൈഫ്. 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവർ ഗർഭചിത്രത്തിന്റെ ദാരുണമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുകയാണെന്നും ഇത് ഭ്രൂണഹത്യാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാനസാന്തരത്തിനുള്ള കാരണമായി മാറുമെന്നും സംഘടനയുടെ നേതൃത്വം ഔദ്യോഗിക വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭ്രൂണഹത്യാ കേന്ദ്രങ്ങളിലെ സമാധാനപരമായ സാന്നിധ്യവും പ്രാർത്ഥനയും വഴി കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കുകയാണ് 40 ഡേയ്സ് ഫോർ ലൈഫിന്റെ ലക്ഷ്യമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ക്യാമ്പയിനിലുടനീളം വ്യക്തികളും കുടുംബങ്ങളും ദേവാലയങ്ങളും ഓരോ ദിവസവും ജീവന്റെ സംരക്ഷണത്തിനായി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരും. 2007 അമേരിക്കയിലാണ് 40 ഡേയ്സ് ഫോർ ലൈഫ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇന്ന് 63 രാജ്യങ്ങളിലായി 1000-ൽ പരം നഗരങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംഘടനകളുടെ വെബ്സൈറ്റിൽ പറയുന്നത്. പ്രചാരണത്തിന്റെ ഫലമായി 20,000-ലധികം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ 180 ഭ്രൂണഹത്യാ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടുവാനും ഭ്രൂണഹത്യാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 200-ലധികം തൊഴിലാളികൾ ജോലി ഉപേക്ഷിക്കുവാനും സംഘടനയുടെ പ്രാർത്ഥനാ ക്യാമ്പയിൻ കൊണ്ട് സാധിച്ചു. മുൻ പ്ലാന്റ് പാരന്റ്ഹുഡ് എക്സിക്യൂട്ടീവും ഇപ്പോൾ പ്രോലൈഫ് വക്താവുമായ അബി ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കനായ ന്യൂസ്.